What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Current channel. Now, Chelsea 2024 squad. എല്ലാവരുടെയും നമ്പേഴ്സ് അനൗൺസ് ചെയ്തു, സ്ക്വാഡ് അനൗൺസ് ചെയ്തു. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യാം. ആരൊക്കെ എവിടെ കളിക്കും, എന്തായിരിക്കും നമ്മുടെ പോസിബിൾ ഫോർമേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരാൻ പോകുന്ന രണ്ട് പ്ലേയേഴ്സിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും. ദാറ്റ് ഇസ് ഒരു പോസിബിൾ ഷാവി സിമൻസ് ആൻഡ് അലഹാൻഡ്രോ ഗർനാച്ചോ. പോരാത്തതിന് നിങ്ങൾ ഈ സ്ക്വാഡ് ലിസ്റ്റിൽ നിങ്ങൾ 2-3 പേരുടെ പേര് ഞാൻ ഒമിറ്റ് ചെയ്തതും കാണാം. അതിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ സ്ക്വാഡ് ആൻഡ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ആർ ഗോൾ കീപ്പർ. സോ ഗോൾ കീപ്പേഴ്സ് നമുക്ക് 3 പേരാണ് ഇന്ന് ഇപ്രാവശ്യം നമ്മുടെ ടീമിലുള്ളത്, വിച്ച് ഇസ് സാnchez, സ്ലോനീന ആൻഡ് നമ്മുടെ യോർഗൻസൺ. നൗ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ യോർഗൻസന്റെ സ്ക്വാഡ് നമ്പർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ഞാൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലിപ്പ് യോർഗൻസൺ, ഒരു മിനിറ്റ്, whatever, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ജോർഗൻസൺ 3 ഗോൾ കീപ്പേഴ്സ്. സോ അത് എന്തെന്നാലും നമ്മളിപ്പോ കറക്റ്റ് തലവേദനയൊന്നുമില്ല. ലിവൈ കോൾവെലിന്റെ പേര് ഞാൻ ഒമിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്തെന്നാലും അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ ഒരു സീസൺ മുഴുവൻ അൺഅവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ലിവൈ കോൾവെലിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ലെഫ്റ്റ് സെന്റർ ബാക്കിൽ 3 പേരും റൈറ്റ് സെന്റർ ബാക്കിൽ 3 പേരും ആണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മാറ്റങ്ങൾ വരാം. ഒരു പക്ഷെ ആൻസെൽമീനിയോ ഇപ്പോഴും ലോണി പോകാൻ ചാൻസ് ഉണ്ട്. ബാദിയഷേൽ ഇപ്പോ ഇൻജോർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ബാദിയഷേൽ സെപ്റ്റംബർ ആകുമ്പോഴേ വരുള്ളൂ. പക്ഷെ എന്നാലും ഈ സീസൺ അവൈലബിൾ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ബാദിയഷേലിന് ഇട്ടു. ചോദ്യം, ഇവിടെ ഒരു പുതിയ സെന്റർ ബാക്കിനെ ഇനി നമ്മൾ കൊണ്ടുവരുമോ? അത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് കളിപ്പിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസെൽമീനിയോ മൈറ്റ് ഗോ ഔട്ട് ആൻഡ് എ ന്യൂ സെന്റർ ബാക്ക് മൈ കമിൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ഈ പറയുന്ന പോലെ ന്യൂ CB ഒരു പോസിബിൾ ഓപ്ഷൻ ആണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ആൻസെൽമീനിയോട്ട് കളിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 6 സെന്റർ ബാക്സ്. പിന്നെ നമുക്ക് ഡെപ്ത് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബാക്ക് ആണ്. ഇതിന് പോരാത്തതിന് ജോറൽ ഹാറ്റോന് വേണമെന്നുണ്ടെങ്കിൽ ഈ റോളിലും കളിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്ക്വാഡ് റൊട്ടേഷൻ ഫോർ കുക്രേയ റൈറ്റ് സൈഡിൽ, മാലോ ഗുസ്ഡോ, റീസ് ജെയിംസ് ഇവിടെ വേണമെന്നുണ്ടെങ്കിലും ജോഷ് എച്ചിയംബോങ്ങിനും വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാം. പക്ഷെ കഴിഞ്ഞ കളിയിൽ നമ്മുടെ സീസൺ ഫ്രണ്ട്ലിയിൽ പുള്ളിക്കാരനെ കളിപ്പിച്ച സെന്റർ ബാക്ക് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇതൊരു പോസിബിൾ റൊട്ടേഷൻ ആണ്. നൗ ഇതില് ബൈ ഡിഫോൾട്ട് ആരൊക്കെ കാണുന്നുള്ളത് കാണിക്കാം. മോയിസസ് കൈസഡോ, എസുഗോ, ഡെഫിനറ്റ്ലി ആൻഡ്രേ സാന്റോസ് ആൻഡ് എൻസോ ഫെർണാണ്ടസ്. നൗ രസകരമായ ഒരു കാര്യം, ഒറ്റയാനായിട്ട് നിൽക്കുന്നത് റോമിയോ ലാവിയാണ്. കാരണം റോമിയോ ലാവി ഇസ് എ വെരി യുണീക് പ്രൊഫൈൽ. അപ്പൊ അതുകൊണ്ട് റോമിയോ ലാവിയെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇനിയും സ്ക്വാഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് പോവാം. കോൾ പാൽമർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു പ്രൊഫൈലും കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം നമ്മൾ ഷാവി സിമൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടല്ല, അതിനെക്കുറിച്ച് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാം. ഗിറ്റൻസ് ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറിക് ജോർജ് ഒരു പക്ഷേ ലോണി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ടൈറിക് ജോർജിന്റെ പേര് ആഡ് ചെയ്തിട്ടില്ല. എസ്താവോ വില്യൻ ആൻഡ് Pedro Neto. Estavo Willian had a brilliant first game. And then ഫ്രണ്ടില് ഡെലാപ് ആൻഡ് ജോവോ പെഡ്രോ. സ്വാഭാവികമായിട്ട് ഞാൻ ആഡ് ചെയ്യാത്തൊരു 2 പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് നിക്കലസ് ജാക്സൺ ആൻഡ് എൻകുങ്കു. കാരണം 2 പേരും വിൽക്കാനായിട്ട് പെടുന്നു. ആൻഡ് ഒരു പക്ഷെ പ്രോബബ്ലി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർനാച്ചോ. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ we will have a proper team with proper backup and proper squad depth. പെട്ടെന്ന് ഈ ഷാവി സിമൻസിനെയും ഗർനാച്ചോനെയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൈറ്റ് ആണ് ഫ്രണ്ടിൽ എന്ന് നമുക്ക് തോന്നാം. ബട്ട് എനിവേ നമുക്ക് അവിടെ കവർ ഉണ്ട്. ആൻഡ്രേ സാന്റോസ് ആയാലും ഫെർണാണ്ടസ് ആയാലും നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രണ്ടിൽ കയറി കളിക്കും. ഈ പറയുന്ന ഹാഫ് സ്പേസിൽ ഇവർക്ക് 2 പേർക്കും വേണ്ടി കളിക്കാം. ഈ ആൻഡ്രേ സാന്റോസ് ആയാലും എൻസോ ഫെർണാണ്ടസ് ആയാലും ഈ ഹാഫ് സ്പേസിൽ കളിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വറി ചെയ്യേണ്ട. ബട്ട് നമുക്കൊരു പെർഫെക്റ്റ് ബാലൻസ് സ്ക്വാഡ് വിത്ത് സ്ക്വാഡ് റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നൗ ഇറ്റ് മേക്സ് സെൻസ് ഗർനാച്ചോനെയും ഈ പറയുന്ന ഷാവി സിമൻസിന്റെയും പുറകിൽ എന്തിനാന്നുള്ളത്. കാരണം ഷാവി സിമൻസ് ഇവിടെ തന്നെ കളിക്കണമെന്നില്ല, കോൾ പാൽമറിന്റെ ബാക്കപ്പ് ആയിട്ട് കളിക്കണമെന്നില്ല. പുള്ളിക്കാരനെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഹാഫ് സ്പേസിൽ ഷാവി സിമൻസിന് ഓപ്പറേറ്റ് ചെയ്യാം. കോൾ പാൽമർ ഇവിടുത്തെ ഹാഫിൽ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോ നോട്ട് നെസസറിലി ദേ ആർ പ്ലേയിങ് എന്താ പറയണേ, ഒരാൾക്ക് പകരം മറ്റൊരാള് എന്നുള്ള രീതിയിലല്ല, 2 പേർക്ക് ഒരുമിച്ച് കളിക്കാം. ബട്ട് നമ്മളൊരു സ്ക്വാഡ് ഡെപ്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഫൈൻ, ഫെയർ എനഫ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ലുക്ക് അറ്റ് ആരൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്, ആരൊക്കെ എവിടെ കളിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ക്വിക്ലി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആൻഡ് ഇതില് റോമിയോ ലാവയുടെ ഒരു ഇൻക്ലൂഷൻ ഒരു കോമഡി ആയിരിക്കും. കാരണം ഇവന്റെ ഫിറ്റ്നസ് വലിയൊരു
ചോദ്യചിഹ്നമായതുകൊണ്ട് നമുക്ക് 100% റോമിയോ ലാവിയുടെ മേലിൽ വിശ്വസിക്കാൻ പറ്റില്ല. സോ ഞാൻ ആദ്യം തന്നെ ആൻസെൽമീനിയോനെ പുറത്തിരുത്തുന്നു, ബാദിഷേലിനെ പുറത്തിരുത്തുന്നു. സ്വാഭാവികം, കാരണം ഐ തിങ്ക് ട്രെവർ ചാലബ ഇസ് ഗോണ സ്റ്റാർട്ട്. യോർഗൻസൺ ആണോ സാഞ്ചസ് ആണോ? തൽക്കാലത്തേക്ക് ഞാൻ സാഞ്ചസിനെ ഇടുന്നു. ജോഷ് എച്ചെംപോങ് ആൻഡ് വെസ്ലി ഫൊഫാന ഇഞ്ചുറി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ടോസനെ ഇടുകയാണ്. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെസ്ലി ഫൊഫാന. ബട്ട് അഗൈൻ ഇവന്റെ മേലിൽ ഒരു സീസൺ മുഴുവൻ നമ്പുക എന്ന് പറയുന്നത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഒരു ന്യൂ സെന്റർ ബാക്ക് വന്നു കഴിഞ്ഞാൽ വിൽ ഹാവ് എ ന്യൂ സെന്റർ ബാക്ക് ഹിയർ. Malo Gusto versus Reece James, I think it's a no-brainer. Definitely Reece James start, and Jorel Hato versus Kukureya definitely start. So this forms our back four. Romeo Lavia, not sure. Fitness or issue ullഅതുകൊണ്ട് Romeo Lavia ഞാൻ പുറത്തെഴുതി. Esugo definitely squad rotation. Santos is squad rotation. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we have Moises Caicedo and Enzo Fernandez as our double pivot. Xavi Simons വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. Alejandro Garnacho വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. But at this moment you have Cole Palmer, Pedro Neto versus Estevao. It's tough. ഒറ്റയടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എസ്താവോനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് പെഡ്രോ നെറ്റോ ഹാസ് മോർ എക്സ്പീരിയൻസ് ആൻഡ് കുറച്ചും കൂടെ സീസൺഡ് ആയിട്ടിരിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് ഐ തിങ്ക് എസ്താവോനെ പതുക്കെ ടീമിൽ ഇന്റഗ്രേറ്റ് ചെയ്തുള്ളൂ എന്നുള്ളതാണ്. ഗിറ്റൻസ് വി ഡെഫിനറ്റ്ലി നീഡ്. വേറൊന്നും കൊണ്ടൊന്നുമല്ല, കാരണം നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ അവിടെ ഒരു സ്പോട്ടിൽ കളിക്കാൻ ആരുമില്ല. ആൻഡ് ഗിറ്റൻസ് ഇസ് ദി ഓൺലി അവൈലബിൾ പ്ലെയർ. ആൻഡ് ദെൻ ഫൈനലി എന്നെ സംബന്ധിച്ച് ലിയാം ഡെലാപ്പ് സിറ്റ്സ് ഔട്ട്, ജോവ പെഡ്രോ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഫോംസ് ആർ ബേസിക് 4-2-3-1 ആസ് ഓഫ് നൗ. അഗൈൻ ജാക്സൺ, ടാരിക് ജോർജ് ആൻഡ് എൻകുങ്കു 3 പേരെയും ഞാൻ മൊത്തം ടീമിൽ നിന്ന് എഴുതും. അപ്പൊ ഇവിടെ ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ 11 പേര് ഇൻക്ലൂഡിംഗ് ഗോൾ കീപ്പറിനെ മാറ്റിയാൽ 10 പേര്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 പേര് പ്ലസ് 2, 22 പ്ലസ് 2, 24 പേര് പ്ലസ് 3 ഗോൾ കീപ്പർ, ടോട്ടൽ 27. ഐ തിങ്ക് ദാറ്റ്സ് എ പെർഫെക്റ്റ്ലി വെൽ ബാലൻസ്ഡ് സ്ക്വാഡ്. അതുകൊണ്ടാണ് ഷാവി സിമൻസും ഗർണാച്ചോന്റെ പുറകിൽ നടക്കുന്നത്. കാരണം ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഈ ലോണിലും വിൽക്കാനും വിടുന്ന പ്ലേയേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കര തിന്നായിരിക്കുന്ന ഒരു ഇത് കിട്ടും. നൗ ഇതായിരിക്കണം ഇനിഷ്യൽ ലൈനപ്പ്. ആൻഡ് എന്റെ ഒരു കണക്ക് പ്രകാരം തുടക്കം നമ്മൾ കളിക്കാൻ പോകുന്ന, ഇപ്പൊ നമ്മൾ ടിപ്പിക്കലി കളിക്കുന്ന ഫോർമേഷൻ ഇസ് 4-2-3-1. എൻസോ ഫെർണാണ്ടസ് ഈ ഹാഫ് സ്പേസിലേക്ക് പോകും. കോൾ പാൽമർ ഈ ഹാഫ് സ്പേസിലേക്ക് കളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോൾ പാൽമർ സെന്ററിൽ കളിച്ചിട്ട് കൈസേഡോ ഈ ഹാഫ് സ്പേസ്, പെഡ്രോ നെറ്റോ ഈ ഫുൾ വിഡ്ത്ത്, ഗിറ്റൻസ് ഈ പറയുന്ന പോലെ ഡെപ്ത്, ആൻഡ് കുക്കുറയ മൈറ്റ് ഓവർലാപ്പ്. ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ കുക്കുറയ ഈ പറയുന്ന പോലെ ഹി കുഡ് കട്ട് ഇൻസൈഡ്, ഒരു പോസിബിലിറ്റി ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസിനെ അവിടെ ഇരുത്തിയിട്ട് തന്നെ കുക്കുറയ ക്യാൻ അണ്ടർലാപ്പ് ആൻഡ് ദാറ്റ് ബിക്കംസ് എ ബാക്ക് 3-2-4-1 ഷേപ്പ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ മോസ്റ്റ് പ്രോബ്ലി കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി നമ്മൾ ഈ പറയുന്ന പോലെ വി മൈറ്റ് ഓൾസോ ഹാവ് എ 3-1-6-1 ഷേപ്പ്. ഇങ്ങനെ ഒരു ഷേപ്പും ആയാലും മതി. ഇപ്പൊ ഉദാഹരണത്തിൽ ഇവിടെ റീസ് ജെയിംസ് വന്നു, ദെൻ യു ഹാവ് പെഡ്രോ നെറ്റോ. അപ്പൊ ഇവിടെ ആവുമ്പോൾ ഒരു ടെമ്പററി ബാക്ക് 3 നമ്മൾ ഫോം ചെയ്യുന്നു. സോ ഇത് ഒരു പോസിബിലിറ്റിയാണ്. കുക്കുറയ, ചാലബ, ടോസൻ ആൻഡ് മോയിസസ് കൈസഡോ, എൻസോ ഫെർണാണ്ടസ്, കോൾ പാൽമർ, റീസ് ജെയിംസ് ഫോംസ് ദ മിഡ്ഫീൽഡ് ഡയമണ്ട്. സോ ബിക്കംസ് എ 3-4-3 ഷേപ്പ് വിത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമേഷൻ. അതും ഒരു പോസിബിലിറ്റിയാണ്. അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ കുക്കുറയ അഡ്വാൻസ് ആയിട്ട് കളിച്ച് എൻസോ ഫെർണാണ്ടസ് ഈ പറയുന്ന പോലെ ഡബിൾ പിവറ്റി നിന്നിട്ട് ട്രെവർ ചാലബ ലെഫ്റ്റ് സെന്റർ ബാക്ക്, ടോസൻ സെന്റർ ബാക്ക്, Reece James as right centre back, and these two covering as a proper double pivot with Cucurella, Cole Palmer and Pedro Neto. ഇത് ഒരു പോസിബിൾ ലൈനപ്പ് ആണ്. എസ്താവോനെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഒന്നില്ലെങ്കിൽ ജോവ പെഡ്രോ ഒരു ഓപ്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ലിയാം ഡെലാപ്പ് വേറൊരു ഓപ്ഷൻ ആയിട്ട് നമുക്കിവിടെ കാണാം. സോ ദിസ് ബിക്കംസ് ആർ, നമ്മൾ പ്രിഡോമിനന്റ്ലി നമ്മൾ അറ്റാക്കിലായിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. അതൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. നൗ സ്വാഭാവികം പെഡ്രോ നെറ്റോ പോയി കഴിഞ്ഞാൽ യു ഹാവ് എസ്താവോ വില്യൻ. ഇനി എസ്താവോ വില്യനെ കളിപ്പിക്കും കോൾ പാൽമർ റെസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് എസ്താവോ വില്യൻ ആൻഡ് പെഡ്രോ നെറ്റോ പ്ലേയിങ് ഇൻ ദിസ് പൊസിഷൻ. അപ്പൊ ഇവിടെ ഒരു നല്ല ഒരു 3 പേരുടെ ഒരു റൊട്ടേഷൻ സ്വാഭാവികമായിട്ടും നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പൊ ലെറ്റ്സ് സേ എസ്താവോ വില്യൻ ആൻഡ് കോൾ പാൽമർ ഒരുമിച്ച് കളിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, സോ യു ഹാവ് എ ലോട്ട് ഓഫ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇനിയിപ്പോ ഇവിടെ കുക്കുറയ അല്ലാന്നുണ്ടെങ്കിൽ യു ഡെഫിനറ്റ്ലി ക്യാൻ പ്ലേ ജോറൽ ഹാറ്റോ, അല്ലെങ്കിൽ ഹാറ്റോനെ ഇൻവേർട്ട് ചെയ്തിട്ട്
you can play Enzo Fernandez. Enzo Fernandez അല്ലാന്നുണ്ടെങ്കിൽ you still can play Andre Santos. അതൊരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബട്ട് വി ആർ ഒരു കണക്കിന് നമുക്കൊരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ ബാക്കപ്പും കൂടെ നമുക്ക് എന്തെന്നാലും കാര്യമായിട്ട് വേണം. അതുകൊണ്ടാണ് ഗർനാച്ചോവിന്റെ പുറകിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നൗ ടൈറിക് ജോർജ് ആണെങ്കിൽ, ടൈറിക് ജോർജ് സത്യം പറഞ്ഞ് ഇവിടെ ഒരു പ്യോർ വിങ്ങറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. കാരണം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഡ്രിബിളിംഗ് സ്കിൽ സെറ്റ് ഉള്ള ഒരു പ്ലെയർ അല്ല. നൗ ലെറ്റ് സപ്പോസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജോവോ പെഡ്രോ, ഗിറ്റൻസ് അവൈലബിൾ അല്ല, നമ്മൾ ഗിറ്റൻസിനെ പുറത്തിരുത്തി. ജോവോ പെഡ്രോ ക്യാൻ കം ഹിയർ, ലിയാം ഡെലാപ്പ് ക്യാൻ പ്ലേ ആസ് എ നമ്പർ 9. നൗ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോവോ പെഡ്രോ ഈ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. പറയുന്ന പോലെ ജോറൽ ഹാറ്റോ അല്ലെങ്കിൽ മാർക്ക് കുക്കുറയ ക്യാൻ പ്ലേ അപ്പ് ഫ്രണ്ട്. എന്നാലും മോയിസസ് കൈസേഡോ, എൻസോ ഫെർണാണ്ടസ് ഡബിൾ പിവറ്റ്. അഗൈൻ ഇത് 3 പേർക്കും സ്വാഭാവികമായിട്ടും റൊട്ടേറ്റ് ചെയ്യാം. സോ അവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ നല്ല ഓപ്ഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഈ ജോവോ പെഡ്രോ ഈ പറയുന്ന പോലെ ഹാഫ് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു. ഡെലാപ്പും ജോവോ പെഡ്രോയും കോൾ പാൾമറും ഒരുമിച്ച് കളിക്കാനായിട്ടുള്ളൊരു അവസരം കൂടെ കിട്ടുകയാണ്. നൗ ലെറ്റ്സ് അസ്യൂം നമ്മൾ ഷാബി സിമൻസിനെ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോവോ പെഡ്രോ ലെറ്റ്സ് എ പ്ലേസ് നമ്പർ 9. ഷാബി സിമൻസ് കംസ് ആൻഡ് പ്ലേസ് ദ സ്പേസ്. ഈ പറയുന്ന ഹാഫ് സ്പേസ് എടുത്ത് കളിക്കുന്നു. ആൻഡ് ഷാബി സിമൻസ് തുടക്കം ഒരു വിങ്ങർ ഹൂസ് കട്ടിങ് ഇൻസൈഡ്, ഒരു വിങ്ങർ റോളിൽ നിന്ന് പുള്ളിക്കാരൻ കളിച്ചിട്ട് ഈ പറയുന്ന പോലെ ഹി ഈസ് കമ്മിങ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ ആൻഡ് ദെൻ ഹി കവേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ സ്പേസ്. അതൊരു പോസിബിലിറ്റി ആയിട്ട് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗിറ്റൻസിന് പകരം ഷാബി സിമൻസ് കളിക്കുക. അഥവാ ഷാബി സിമൻസിനെ മാത്രം കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗിറ്റൻസിനോടൊപ്പം കളിച്ച ഗിറ്റൻസ് ഇവിടെ കളിക്കുന്നു. യു ഹാവ് ഷാബി സിമൻസ്, യു ഹാവ് കോൾ പാൾമർ, യു ഹാവ് എസ്താവ് വില്യൻ. ദാറ്റ് വിൽ ബി ലൈക്ക് എ ട്രെമൻഡസ്. പക്ഷേ ഒബ്വിയസ്ലി ഇറ്റ്സ് ടു മച്ച് ഓവർലോഡഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് സി എൻസോ ഫെർണാണ്ടസ് സിറ്റിംഗ് ഔട്ട് ആൻഡ് ദെൻ ജോറൽ ഹാറ്റോ അല്ലെങ്കിൽ മാർക്ക് കുക്കുറയ ടക്കിംഗ് ബാക്ക് ഇൻ. ഇതൊരു പോസിബിലിറ്റിയാണ്. ബട്ട് ദിസ് വിൽ ബിക്കം എ ഹെവിലി അറ്റാക്കിംഗ് ഡോമിനേറ്റഡ് 3-2 പക്ക 4-1 എവറിബഡി വിത്ത് ആൻ അറ്റാക്ക് മൈൻഡ് സെറ്റ്. ഇത് ലോ ബ്ലോക്കിനെതിരെ അങ്ങോട്ട് അഴിച്ചു വിടുക എന്ന് പറയുന്ന ഒരു പ്രൊഫൈലും കൂടെ നമുക്ക് മാറ്റാം. ഇനി ഗിറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗർനാച്ചോനെ ഇട്ട് കളിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെർണാണ്ടസിനെ കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിങ്ങേഴ്സിനെ രണ്ടുപേരെയും പുറത്തിരുത്തിയിട്ട് നമുക്ക് ഫെർണാണ്ടസിനെ കൊണ്ടുവരേണ്ടി വരും. ഫെർണാണ്ടസിനെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാന്റോസിനെ കൊണ്ടുവരണം, മാർക്ക് കുക്കുറയെ കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ ജോറൽ ഹാറ്റോനെ നമുക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ടി വരും. ഇതാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻസോ ഫെർണാണ്ടസിനെ ഇട്ട് കളിപ്പിക്കാം ഈ ഷാബി സിമൻസിനെ വെച്ചിട്ട് ഗിറ്റൻസിനെ വെച്ചിട്ട്. സോ ഷാബി സിമൻസ് ഗിറ്റൻസ്. പക്ഷെ ദാറ്റ് വിൽ ബി വെരി മച്ച് എന്താ പറയുക, ഭയങ്കര ഒരു ഓവർലോഡഡ് അറ്റാക്ക് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ്താവ് വില്യനെ പുറത്തിരുത്തണം. കോൾ പാൽമർ, ഷാബി സിമൻസ്, ഗിറ്റൻസ് ആൻഡ് ഈ പറയുന്ന പോലെ റീസ് ജെയിംസ് ഓവർലാപ്സ് ഒരു 4. പക്ഷെ അപ്പോൾ അവിടെ ഒരു ചെറിയ ഇംബാലൻസ് വരും. ആ ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് കുക്കുറയായിട്ട് കളിപ്പിക്കാം. സോ അഗൈൻ ഇറ്റ് ബിക്കംസ് എ 3-2-4-1. എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കൈസഡോ still forms a double pivot. ജോവോ പെഡ്രോ അല്ലെങ്കിൽ ലിയാം ഡെലാപ്പ് can play in that role. So ഷാബി സിമൻസ് വന്നു കഴിഞ്ഞാൽ മച്ചാനെ പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പലതും നമുക്ക് ഇട്ട് കളിപ്പിക്കാൻ പറ്റും. കാരണം ഷാബി സിമൻസ് ഇസ് ബ്രില്യന്റ് ഇൻ ദിസ് ഹാഫ് സ്പേസ്. അവന് ഹാഫ് സ്പേസിൽ എക്സെപ്ഷണൽ സ്കിൽ സെറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. കണ്ടീഷൻ സപ്ലൈ ബുണ്ടസ് ലീഗിലെ പ്ലെയർ ആണ്. പക്ഷെ ഞാൻ പറയുന്ന പോസിബിലിറ്റീസ് ആണ്. ഞാൻ ഇപ്പൊ ഇത്ര തന്നെ വരച്ച് കാണിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ച് തലയ്ക്ക് ഭ്രാന്തായില്ലേ എത്രത്തോളം പെർമുട്ടേഷൻ ആണ് കോമ്പിനേഷൻ ആണ് നമുക്ക് ഉള്ളതെന്നുള്ളത്. ഒരുപാട് പെർമുട്ടേഷൻ. നൗ ടോസിനെ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ യു ഡെഫിനറ്റ്ലി ഹാവ് വെസ്ലി ഫൊഫാന. ഇൻസ്റ്റെഡ് ഓഫ് വെസ്ലി ഫൊഫാന യു ക്യാൻ ഹാവ് ട്രെവർ ചാലബയ്ക്ക് പകരം ജോഷ് എച്ചംപോങ്. സോ a lot of options. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരസ്കിക്ക് കിട്ടും ഈ ഒരു സീസണിൽ. ഗർനാച്ചോന്റെ അഡീഷൻ എനിക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അഡീഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഷാബി സിമൻസ് വന്നു കഴിഞ്ഞാൽ ലോഡ് ഓഫ് ഡെപ്ത്, പ്രത്യേകിച്ച് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് അറ്റാക്ക് ഓപ്ഷൻസ്. പക്ഷെ അവിടെ ആവുമ്പോൾ ഒരു പക്ഷേ ചിലവരുടെ ഗെയിം ടൈം റെഡ്യൂസ് ആകപ്പെടാം. ഒന്നില്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസ് അല്ലെങ്കിൽ സാന്റോസിന്റെ ഗെയിം ടൈം റെഡ്യൂസ് ആകപ്പെടാം. അതൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. മേ ബി ഗിറ്റൻസ് ഗെയിം ടൈം. പക്ഷെ ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള തലവേദന, ദാറ്റ്സ് അപ് ടു മെറസ്ക. നിങ്ങളുടെ തോട്ട്സ് in this lineup, how this is set up, in the comment section mention cheya. Thank you so much for watching. Signing off, SK from Chelsea Karan.